ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഉറിയടി ആണ്, ജന്മാഷ്ടമി ആഘോഷങ്ങളാണ് നാടിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും വലിയ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. സാരംഗ്, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? അവിടെ ജന്മാഷ്ടമി ആഘോഷങ്ങൾ എങ്ങനെ പുരോഗമിക്കും? സജിത്ത്, ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇവിടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 4 മണി തൊട്ട് തന്നെ ഇവിടെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തിരക്ക് കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾ ക്യൂ നിന്നുകൊണ്ട് അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ഭഗവാന് സമർപ്പിക്കാനുള്ള നിവേദ്യങ്ങളും മറ്റുമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭക്തജനങ്ങൾ ക്യൂ നിന്ന് അകത്തേക്ക് കയറേണ്ട സാഹചര്യം നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ വലിയൊരു തിരക്ക് രാവിലെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 11 മണിയോടുകൂടി ആകുമ്പോൾ ഭക്തജന തിരക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള, അതായത് തിരുവനന്തപുരം ജില്ലയുടെയും പിന്നെ കൊല്ലം പിന്നെ തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. മാത്രമല്ല ഗുരുവായൂരിലേക്ക് എത്താൻ കഴിയാത്ത ഭക്തജനങ്ങൾ രണ്ടാമത് പരിഗണിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ ഇപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു അകമ്പടിയോടുകൂടി മറ്റ് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയോടുകൂടി അന്നദാനം നടക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങുന്നു. ഒപ്പം തന്നെ വർണ്ണാഭമായ ശോഭായാത്ര ഈ വൈകുന്നേരമുണ്ട്. അതിനുശേഷം രാത്രിയോടുകൂടി ഈ ഒരു ഗരുഡ വാഹനത്തിൽ ഇവിടുത്തെ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങടക്കമുണ്ട്. അത്തരത്തിലുള്ള ഈ ഒരു പൂജാതി കർമ്മങ്ങളും ഒപ്പം ഈ ഭക്തജനങ്ങളും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒപ്പം ഇവിടെ ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള പരിപാടികളൊപ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചെറിയ രീതിയിലൊരു തിരക്കുണ്ട്. വൈകുന്നേരമാകുന്നതോടുകൂടി തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഇത്തരത്തിലൊരു നമുക്കറിയാം ഗുരുവായൂരിലേക്ക് എത്താൻ കഴിയാത്ത ഭക്തജനങ്ങളും ഒപ്പം ഈ ഒരു തിരുവിതാംകൂർ ഭരണത്തിന്റെ അടക്കം ചരിത്രമുറങ്ങുന്ന ഈ ഒരു മണ്ണിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. ഉച്ചയോടുകൂടി അന്നദാനവും അതിനുശേഷം ശോഭയാത്രയോട് കിടക്കുമ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഭക്തജനങ്ങൾ കൊണ്ട് നിറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം വർണ്ണാഭമായ ശോഭയാത്രയുണ്ട്. അതിനുശേഷം അമ്പലത്തിലെ മറ്റ് പൂജാതി കർമ്മങ്ങളുമുണ്ട്. നിലവിൽ ഇത്തരത്തിലാണ് നെയ്യാറ്റിങ്കരയിലെ വിശേഷങ്ങൾ. സജിത്, നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ നടക്കുന്നത്. കേരളത്തിന്റെ അതിർത്തിയിൽ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരൊക്കെ വലിയ രീതിയിൽ പങ്കെടുക്കുന്ന ഒരിടം കൂടിയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വള്ളസദ്യ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് ദൃശ്യങ്ങൾ. ഈ വർഷത്തെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാന്യായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി BN വാസവൻ അവர்கள் പദ്ധതിദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ അറിയിപ്പ് കിട്ടുന്നതിന് ശേഷം മാത്രമേ മറ്റ് വള്ളസദ്യകൾ വള്ളക്കാർക്ക് വിളമ്പാവൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.
പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ബഹുമാനായ കെ വി സാംബവൻ അവർ, സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ അടക്കം ദേവസ്വം ബോർഡിന്റെയും മറ്റ് വിശിഷ്ടാദികളുടെയും സാന്നിധ്യത്തിൽ ഇന്നത്തെ അഷ്ടമിലോകി വള്ളസദ്യ ക്ഷേത്രാങ്കണത്തിൽ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവർ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സൈഡ് ചെയ്യണ്ട, കേരളത്തിൽ സൈഡ് ചെയ്യണ്ട, സൈഡ് ചെയ്യോ. ചരിത്രപ്രസിദ്ധമായ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഭവ്യ ദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭവ്യ, എന്താണ് അവിടുത്തെ സാഹചര്യം? അവിടെ ഉറിയടി അടക്കമുള്ള ജന്മാഷ്ടമി ആഘോഷങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? മമ്മിയൂർ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഇവിടെ വലിയ ആഘോഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ഇവിടെ വലിയ മഹോത്സവമായി കൊണ്ടാടുകയാണ്. എനിക്ക് പിറകിൽ കാണാം ഒരുങ്ങി നിൽക്കുന്ന കുറേ ഉണ്ണിക്കണ്ണന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ കുഞ്ഞിക്കണ്ണന്മാരുണ്ട്, രാധമാരുണ്ട്. കണ്ണന്റെ പേരെന്താ? ദേവനാഥ്. എത്രയിലാ പഠിക്കുന്നേ? സെക്കൻഡ്. നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടില്ല. ആരാ ഒരുക്കിയത്? അമ്മ. കണ്ണനാണോ? കണ്ണന്റെ പിറന്നാളാണോ ഇന്ന്? കണ്ണന്റെ പിറന്നാളാണോ ഇന്ന്? അല്ല. അല്ലേ? സാക്ഷാൽ കണ്ണന്റെ പിറന്നാളാ? ഉണ്ണിക്കണ്ണന്റെ പിറന്നാളാണ് ഇന്ന്. അറിയാവോ? ആ. അയ്യോ, ഇവിടെ ഒരു കുഞ്ഞു കണ്ണനുണ്ട്. കണ്ണന്റെ പേരെന്താ? അയ്യോ, എത്രയിലാ പഠിക്കുന്നേ? ആരാ ഇങ്ങനെ ഒരുക്കിയത്? ആണോ? വാവ പാട്ട് പാടുവോ? പാടുവോ? എന്നൊരു പാട്ട് പാടിക്കേ. അടിപൊളി, സൂപ്പറാണ് കേട്ടോ. കൊറേ നല്ല ഭംഗിയുള്ള കണ്ണന്മാരാണ്. രണ്ടിലാരും ഒരുങ്ങി ഇവിടെ നിപ്പുണ്ട്. കണ്ണന്റെ പേരെന്താ? ഈ കണ്ണന്റെ പേരെന്താ? ആഹാ, എത്രയിലാ പഠിക്കുന്നേ? ഒന്നിൽ. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? റെസ്റ്റ് എടുക്കുവാണോ? ആണോ? അവരൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. ദാ ഒരു കണ്ണനുണ്ട്, ഓടക്കുഴലൊക്കെ പിടിച്ച് ഇവിടെ നിപ്പാണ്. അപ്പുറത്തൊരു രാധയുണ്ട്. ഈ കണ്ണന്റെ പേരെന്താ? അയ്യോ, നാണം വരുന്നോ?